നേരിടുക പറഞ്ഞാലേ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഓട്ടോൻ്റെ 2 സൈഡിലും ഓരോ കുപ്പി വെള്ളം 1 ലിറ്റർ. അപ്പോൾ ഒരു ദിവസം അത് 2 ലിറ്ററോളം കുടിച്ച് തീർക്കും. ഈ റോഡ് ധാറിങ്ങോട്ട് ചൂടായാലേ നേരെ ഈ നമ്മളെ ടോപ്പും ഗ്ലാസ്സും ഒക്കെ ചൂടായ നേരെ നെറ്റിമക്കാണത് വരുന്നത്. രാവിലെ തുടങ്ങുന്ന ഓട്ടമാണ്. പൊരിവെയിലിനെയും പ്രതിരോധിച്ചുകൊണ്ടുള്ള ഓട്ടം. സഹിക്കാൻ വയ്യാത്ത ചൂട് എങ്ങനെ ഓട്ടത്തിനെ ബാധിക്കുന്നുണ്ടോ? ഓട്ടത്തിനെ ഫുള്ള് ബാധിക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നേരം 30 രൂപ ഓട്ടം അങ്ങനെ കിട്ടുന്നു. സാധ്യത വരുമാനം കുറഞ്ഞു. വരുമാനം ഇല്ല, കുറവ് തന്നെ, പറ്റ കുറവാണ്. ചൂട് ഭയങ്കര തളർച്ച തന്നെയാണ്. ഒരു 11 മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഇവിടെ നിൽക്കാൻ കഴിയില്ല, ആഴ്ചാതി ചൂടാണ്. പക്ഷെ നമ്മളിവിടെ നിൽക്കും, നമുക്ക് ഓട്ടത്തിന് വേറെ ഒരു വീട്ടിൽ കയറില്ലല്ലോ, നമ്മളിവിടെ നിന്നേ ഉള്ളൂ. ഓട്ടത്തിൽ ആളും കുറഞ്ഞു. ഇപ്പോൾ യാത്രക്കാരും കുറവ് തന്നെയാണ്. ഇപ്പോൾ ചൂടിൽ ആളുകൾ സമയം ക്രമീകരിച്ച് പുറത്തിറങ്ങുന്നതോടെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പ്രതിദിനം 1000 രൂപ കിട്ടിയിരുന്ന സ്ഥാനത്ത് അത് 500 വരെയായി. ഇല്ല, ഓട്ടം വളരെ മോശമാണ്. ഇപ്പോൾ ഈ ചൂട് വന്നതിൻ്റെ ശേഷം ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം മോശമാണ്. ഒരു ശരാശരി 200-800 റുപ്യ നമുക്ക് ബാക്കി വരികയാണെങ്കിൽ ഈ ചൂടും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ 500 റുപ്യേൻ്റെ താഴെയൊക്കെ ആയിട്ടുണ്ട്. പരമാവധി ആളുകളും തന്നെ പുറത്തിറങ്ങാതെ നിൽക്കുകയാണ്. സൂര്യൻ ആളിക്കത്തുമ്പോൾ ആകെ ഒരു തളർച്ചയുമാണ്. ഇതിപ്പോൾ നിങ്ങൾ വണ്ടിയിൽ പോരുമ്പോൾ തന്നെ ഈ ടോപ്പിൻ്റെ ചൂടും മറ്റുള്ള ചൂടും അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പോൾ യാത്രക്കാർക്കും അതേ അനുഭവമുള്ള വരിക. പിന്നെ കാറ് അങ്ങനത്തെ AC ഓണാക്കിയിട്ട് പോയാൽ ഒരു ശാശ്വത ഒരു ശമനം കിട്ടുമെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കടുത്ത ചൂടാണ്. നടന്നു പോകുന്നവർ ഓട്ടോ പിടിച്ചു പോകുമെന്ന് കരുതിയ തെറ്റി. ആളുകളെ സമയം ക്രമീകരിച്ചാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആകെ കിട്ടിയതിൻ്റെ പകുതി വരുമാനമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഒപ്പം വെയിലത്തുരുകുകയുമാണ്. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.